ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 അയ്യോ 15 വയസ്സുള്ള എനിക്കുള്ള എൻട്രിക്ക് ഉണ്ടാക്കി വെച്ചേക്കുന്ന പാട്ട് കേട്ടോ. പ്രണയമണി തൂവൽ കൊഴിയും. ഇതൊരു മഴയാന്നോ, ഇതൊന്നും ഉണങ്ങിയിട്ടില്ല. അളിഞ്ഞ മഴ എത്ര ദിവസം കൊണ്ട് തുടങ്ങിയതാ. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം വെയിൽ ഉറച്ചായിരുന്നെങ്കിൽ ആ വെയിലിന്റെ കാര്യം പറയാതിരിക്കാൻ ഭേദാ. വെയിൽ ഉറച്ചു കഴിഞ്ഞാൽ മുടിഞ്ഞാൽ ചൂടുക. എൻ്റെ ദൈവമേ, എൻ്റെ കെട്ടിയോനുണ്ട് ഇവിടെ. 190 വയസ്സായി അയാൾക്കല്ലേ എന്നെ കാട്ടി പ്രായത്തിൽ മൂത്തത്. അപ്പം അയാൾക്കല്ലേ ആരോഗ്യമുള്ളത്. എന്നെ ഒരു കാര്യത്തിന് സഹായിക്കത്തില്ല. എന്നും പാവയ്ക്ക കൊണ്ടാട്ടം വേണം, ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ മുമ്പിൽ കിടന്ന് ആടും. അഴേ ഉച്ചയോണും കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങുക. അപ്പോൾ ഉണരും. നമ്മുടെ വീട് ചെറുതായി. എന്റെ ദൈവമേ, കട്ടിലിന്റെ അടിയിൽ കിടന്നുറങ്ങിയിട്ട് ബോധമില്ലാതെ പറയുന്നത് കേട്ടോ വീട് ചെറുതായെന്ന്. എന്നും ഉച്ചക്കുള്ള സ്വഭാവം മറ്റേ കട്ടിലിന്റെ അടിയിൽ ഇങ്ങോട്ട് ഇറങ്ങാന്. എന്തോ ഒരു കഷ്ടമാന്ന് പറയണേ. ആ വരുന്നുണ്ട് മിസ് കേരള വരുന്നുണ്ട്. മിസ് കേരള ഓൺ ദി ഫ്ലോർ. എന്തോ ഇത് പറയുന്നതാ? നിങ്ങൾ ഊട്ടി കോട്ടസ്റ്റിന് പങ്കെടുക്കാൻ പോവാന്നോ മനുഷ്യ? ഇതെന്തോ ഈ കാണുന്നത്? എന്തോ ഒരു കഷ്ടമാന്ന് പറയുന്നത്. അനങ്ങാതെ നിക്കാൻ. എന്തോ ഇതെന്തോ കിടന്ന് കറങ്ങുന്ന ടിബറ്റിന്റെ തൂടാന്നോ മനുഷ്യ? അനങ്ങാതെ നിക്കാൻ മുട്ടിന്റെ ആട്ടം കൂടുതലാന്നല്ലേ. കുഴപ്പെടുത്തിടും നിങ്ങൾ. ആ ഒത്ത് എന്നെ കൊണ്ട് വയ്യ ഏട്ടാ. ഉടുപ്പും തുണി ഇടാൻ കൂട്ടത്തിൽ ഒരാളെ വെച്ചോണം കേട്ടോ. ഉടുപ്പും തുണി ഇടാൻ കൂട്ടത്തിൽ ആളെ വെക്കാൻ ഞാൻ ജീവയല്ല, ജീവനായ ഒരു മനുഷ്യനെ. നാട്ടിലുള്ള പയ്യന്മാരെ മൊത്തം വെറുപ്പിച്ചിട്ടേക്ക് പോയിങ്ങേര്. ഇനി ആ ചെറുക്കന്റെ തോളിലോട്ട് കയറാൻ പോകാതായിട്ടാ. ആ കൊച്ചൻ അറിഞ്ഞോണ്ടല്ലോ നിങ്ങളെ പഞ്ഞിക്കിടും. ഞാൻ പഞ്ഞിക്കിടും. പടവെട്ടി ജയിച്ചു വന്ന ആളാണ് ഞാൻ. ആന്ന് പടവെട്ടി ആള്. ഇന്നലെ ഒരു പാക്ക് വെട്ടിയിട്ട് നടുവെട്ടി പെരക്കകത്ത് കയറി ചുരുണ്ട മനുഷ്യൻ. ആ പടവെട്ടിയുടെ കാര്യമൊന്നും പറയാതിരിക്കും. അയ്യോ, ഈ വന്ന കാലത്ത് ഒരു സാധനം വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റത്തില്ല. എന്തുവാ? പൊയിലക്കകത്ത് വരാൻ മായമ എത്ര നേരം കൊണ്ട് മുറിക്കാൻ നോക്കുവാന്നറിയാവോ? പൊയിലയോ? എന്റെ ദൈവമേ, ഇത് പൊയിലയല്ലെന്ന്. ഇതെന്റെ തിരുപ്പന. നിങ്ങൾ എടുത്തത്? അപ്പൊ ഞാൻ അരിഞ്ഞു കൂട്ടി പെരക്കകത്ത് വെച്ചില്ല. പൊയില എന്തിയെ? അത് ഞാൻ എടുത്ത് വടക്കോട്ട് എറിഞ്ഞ്. അതെന്താ നീ വടക്കോട്ട് എറിഞ്ഞത്? എന്റെ മനുഷ്യ എപ്പോ കണ്ട നേരം പോയില്ല നിങ്ങൾ വായിലിട്ട് ചവച്ചോണ്ടിരുന്നാലേ നിങ്ങളെ തെക്കോട്ട് എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് വടക്കോട്ട് കളഞ്ഞത്. തരുന്നില്ല. ഇല്ല. ഇന്നലെ രാത്രി ഈ മനുഷ്യൻ ഒരു കുന്നു പോയില്ലേ ആ വായിലിട്ട് മലന്ന് ഉറങ്ങിയത്. പാതിരാത്രി ആയപ്പോ ഒരൊറ്റ ചുമ. താലികെട്ട് സമയത്ത് പൂ വാരി എറിയുന്നത് പോലെ എന്റെ ദേഹത്തും പെരക്കകത്തും മൊത്തം പോയി. അതുകൊണ്ട് നിങ്ങൾ പോയില്ല തിന്നണ്ട. അപ്പൊ എനിക്ക് എന്റെ പൊയില എടുത്ത് വായി വെച്ചില്ലെങ്കിൽ എന്റെ പല്ല് എന്നോട് പിണങ്ങും. കരികരി കേട്ടാ. പോയില്ല തരുന്നില്ല. എന്താ ചെയ്യുന്നത്? അവരൊക്കെ തലേ വെച്ചോളെ. എന്റെ പൊയില എടുത്ത് അടി. അവരൊക്കെ ചെല്ലുന്നതിന്റെ ഒന്നാം തരം തലമുടി ഞാൻ എണ്ണ കാച്ചി തേച്ച് വെച്ചേക്കോ കേട്ടോ. ഇല്ല ഇങ്ങോട്ട് വാടി. ഇല്ല, നിങ്ങൾ എന്നെ അടിക്കാനൊക്കെ ഉണ്ടോ? ഞാൻ വരുത്തി. അല്ല, അതിനൊക്കെ ഞാൻ ഈ തിരുപ്പം വെച്ച് തരാം. ഇങ്ങോട്ട് വാ. ആ തിരുപ്പൻ ഇച്ചിരി കൂടെ നരയ്ക്കാനുണ്ട്. എന്നാലും ശരിക്കും വെക്കണേ. എന്റെ നാട്ടുകാരെ ഇങ്ങേരുടെ മുടി ഉഴപ്പുന്നേ. നാട്ടുകാരെ നമുക്ക് പേടി. ഇവിടെ മുടി ഉഴപ്പുന്ന പേടി. അറിയാതെ പോയില എടുത്ത് കാണിയിട്ട് തരുന്നില്ല. നിങ്ങൾ എന്തോ ചെയ്യുമെന്നാ പറഞ്ഞത്? നിങ്ങൾ പോയില്ല തീറ്റി ഞാൻ നിർത്തി. അങ്ങ് പോയില്ല തീറ്റി നീ തരത്തില്ലല്ലോ. ഇല്ല. എന്റെ ഈ മുട്ടും വയ്യ, കാലും അനക്കാൻ വയ്യ. പിള്ളേരെ ഇങ്ങനെ പോയില്ലേക്ക് തിന്നു. ഞാൻ എത്ര നാളം ജില്ലയാ ജീവിക്കുന്നത്. ഈ കാലം ഒരു ശകലം അനക്കാൻ പറ്റത്തില്ല. നീ ഇന്ന് ചവിട്ട് പോലെ. അപ്പൊ വീണാനായിരുന്നു ഞാൻ. അടിപൊളി പായപ്പിക്കാൻ മുടി. എന്റെ മനുഷ്യ വല്ല കാര്യമുണ്ടോ? മഴ പെയ്യുവാന്ന് പെരക്കകത്ത് കയറി പോയി ചുരുളാനെ കൊണ്ട് മഴ തന്നെ ഞാൻ പഞ്ഞി പിടിക്കുമെന്ന്. ഇവിടെ പിന്നെ തല മഴ നനയത്തില്ല. മഴ വരെ ഡിപ്രഷൻ ബാധിച്ച് കിടക്കും. അത്രയ്ക്കുള്ള തല അവിടെ പോളിസ്റ്റർ തല. പാവയ്ക്കാക്ക് വില കൂടുതലാണ്. വാരിയിടും. നാട്ടുകാരെ, പഞ്ചായത്തിന്റെ ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. കാലവർഷം അതിവിപുലമായി തുടരുകയാണ്. ഡാമുകൾ തുറന്നുവിട്ടിരിക്കുന്നു. അതുകൊണ്ട് തീരദേശത്തും തുരുത്തുകളിലും താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ്. നിങ്ങളുടെ സുരക്ഷിതാർത്ഥം ഏതെങ്കിലും ക്യാമ്പിലേക്ക് മാറണമെന്ന് അഭ്യർത്ഥിക്കുന്നു. LP സ്കൂളിൽ വെച്ചിട്ടാണ് ഇവിടുത്തെ ക്യാമ്പ്. എല്ലാവരും അങ്ങോട്ടേക്ക് എത്തിച്ചേരുക. ക്യാമ്പ് നടക്കുന്നു എന്നും പറഞ്ഞ് സ്കൂൾ പിള്ളേർ സന്തോഷിക്കേണ്ട
ഒരു ക്ലാസ്സിലേ ഉള്ളു ക്യാമ്പ്, മറ്റേ ക്ലാസ്സിൽ പഠിത്തമുണ്ട്. എന്റെ ദൈവമേ, നിങ്ങളത് കേട്ടോ? എന്താ ചെറിയത്? വോട്ടിങ് അടുത്തെന്ന്. വോട്ടാണോ? ആ അങ്ങനാണെങ്കിൽ ഈ പ്രാവശ്യം PP ബാഹുലേനെ ഞാൻ വോട്ട് കൊടുത്ത് ജയിപ്പിക്കും. ആ പിന്നെ ഞാൻ തോമസിനെ വോട്ട് കൊടുക്കത്തുള്ളൂ. ഇനി നീ തോമസിന് വോട്ട് കൊടുക്കല്ലേ, PP ബാഹുലേൻ ചിലക്ക് വോട്ട് കൊടുക്കണം. അവൻ ജയിച്ചാൽ നല്ല പ്രയോജനമാണ്. എന്തോ പ്രയോജനം? അവൻ കഴിഞ്ഞ കൊല്ലം ജയിച്ചിട്ട് അവൻ എന്തോ നടത്തി, എന്തോ പ്രയോജനം ചെയ്തു? അവനോട് നമ്മുടെ തോട്ടിൽ പാലം പണിഞ്ഞു തന്നില്ലയോ? ഓ, പറച്ചിൽ കേട്ടതൊന്നും ഇരുമ്പും തടിയുടെ കൊണ്ടുള്ള പാലം വന്നു. തോട്ടിന് കുറുകെ ഒരു തെങ്ങും തടി ഇട്ട്, അത് ആ പാലം. അതെന്തോ പ്രയോജനം ചെയ്തെന്നാ നിങ്ങൾക്ക്? നിനക്ക് പ്രയോജനമില്ലേലും ആ പാലം എനിക്ക് പ്രയോജനം ഉണ്ടായിരുന്നു. കരിക്കരയ്ക്ക് പൊയില വായിക്കാൻ ഞാൻ പോയപ്പോഴേ അപ്പുറത്ത് ആശാരി ഇങ്ങോട്ട് വരുന്നു. ഒരത്തടി പാലം ഇല്ലയോ? ഞാനും അവളും നടുക്കായി, സൈഡ് കൊടുക്കാൻ സ്ഥലമില്ലല്ലോ. ആശാരി എന്റെ അരക്കിഞ്ചിന് പിടിച്ചു, ആശാരി ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. ഞങ്ങൾ എന്നോട് തോട്ടി മറിഞ്ഞു വീണു. വെള്ളം കുടിച്ചു. പച്ചമീനിൽ നിന്ന് എന്തോ രസമായിരുന്നു അറിയാമോ? ഹൗസ് ബോട്ടിൽ ടൂറ് പോയതാണ്. ഒരുവിധം പറ്റി ഞാൻ കരക്ക് അടിച്ചത് വെള്ളത്തിൽ നിന്നു. ആ കേസിൽ നിന്ന്. ഇതൊക്കെ ഇപ്പഴാ പറയുന്നില്ല. ഹലോ, ആ എടാ രാജീവനെ വർഗീസിനെ കൂടെ പുതുപ്പുറ വിഭാഗത്തോട്ട് വിട്. അവിടെ വെള്ളം കയറി വരുന്നുണ്ട്. എല്ലാരും മാറ്റുന്നത് 20 കുടുംബങ്ങളുണ്ടാണ് അവിടെ കേട്ടോ. ഞാനിപ്പോ നിൽക്കുന്നത് ഒരിടത്തൊരിടത്തൊരു കാക്കത്തുരുത്തുണ്ടായിരുന്നു. ആ കാക്കത്തുരുത്തിൽ ഒരു അപ്പൂപ്പനും അമ്മമ്മയും താമസിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ആരുമില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് മഴ പെയ്തത്. വെള്ളപ്പൊക്കം വരുമെന്ന് വിചാരിച്ച് അവർ പേടിച്ചിരുന്നപ്പോഴാണ് അവരെ രക്ഷിക്കാൻ ആൾ വേണമെന്ന് പറഞ്ഞത്. ഞാനിപ്പോ കാക്കത്തുരുത്തി വന്നിരിക്കും അവരെ രക്ഷിക്കാനായിട്ട്. ഹലോ, ഈ ബാലകഥയല്ലാതെ ഈ കമ്മാരക്കാർക്ക് പറ്റിയ കഥ എന്തെങ്കിലും കേട്ടോ? കഥയോ? അല്ല, ഇത് ഒരിടത്തൊരിടത്തിൽ അപ്പൂപ്പനും അമ്മമ്മയും കാക്കത്തുരുത്തിലുണ്ടായിരുന്ന കഥ പറഞ്ഞല്ലേ? കഥ പറഞ്ഞല്ലോ. നിങ്ങൾ ഈ തുരുത്തി താമസിക്കുന്ന കാര്യം ഞാൻ വിളിച്ചു പറഞ്ഞതാ. അതെന്താ? പിന്നെ ഇവിടെ ഒരു കൗമാരക്കാരുടെ കാര്യം പറഞ്ഞു. എന്തുവായിരുന്നു? നിങ്ങളായിരുന്നു. ഇത് കൗമാരമല്ല, ചതുക്കിച്ച് വീഴാറായ പടുമരം. നീ എവിടുന്ന് കയറി വരുവാടാ? നീ എവിടുന്ന് കയറി വരുവാ? എന്നെ മനസ്സിലായില്ലയോ? ഇല്ല, ഞാൻ റെസ്ക്യൂ എന്ന് വരുവാ. ജോർജ് കുട്ടി. റെസ്കിനകത്ത് ജോർജ് കുട്ടിയല്ല, ടൂട്ടി ഫ്രൂട്ടി. റെസ്കിനകത്ത് പല കളറിലിരിക്കുന്ന ടൂട്ടി ഫ്രൂട്ടിയുടെ കാര്യമല്ലെന്ന് പറഞ്ഞത്. ഞാൻ ഈ ആപത്തിപ്പെടുന്നവരെയൊക്കെ രക്ഷപ്പെടുത്തത്തില്ലേ? സന്നദ്ധ സംഘടന. സണ്ണിക്ക് സംഘടന. നിനക്ക് എന്താണ് കുഴപ്പം? അന്നിക്കല്ലെന്ന സന്ധ്യക്ക് സങ്കടം. സന്ധിക്കും സങ്കടമാണെന്നല്ലേ പറഞ്ഞത്? നിനക്കാന്നോ സങ്കടം? അയ്യോ, അതല്ലെന്ന്. ഈ വെള്ളപ്പൊക്കമൊക്കെ കയറി വരുമല്ലേ? ഞങ്ങൾ ഈ ക്ലബ്ബുകാരാ, സന്നദ്ധ സംഘടന. നിങ്ങളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി വന്നതാ. വെള്ളം കയറി വരുന്ന അറിഞ്ഞില്ലയോ? ഇല്ല, ഞങ്ങൾ അറിഞ്ഞില്ല. അയ്യോ, ഡാം തുറന്നു. ഡാം തുറക്കുവോ വാസു അടയ്ക്കോ ചെയ്ത് ഞങ്ങൾ എന്താ വേണം? പൊന്നപ്പൂപ്പ, ഡാമുന്റെ വാസുവിന്റെ കാര്യമല്ല പറഞ്ഞത്. മഴ ഇങ്ങനെ പെയ്യുന്ന കണ്ടില്ലേ നിങ്ങള്? മഴ പെയ്യുന്ന ഞങ്ങൾ ഇറക്കണ്ടാ? എന്റെ പൊന്നപ്പൂപ്പ, വെള്ളമെല്ലാം കൂടെ കയറി ഈ തുരുത്ത് മുങ്ങാൻ പോവാ. നിങ്ങളെ ക്യാമ്പിലോട്ട് കൊണ്ടുപോകാൻ വന്നാ ഞാൻ. പെട്ടെന്ന് വാ. എന്നിട്ട് നീ നനഞ്ഞിട്ടില്ലല്ലോ വെള്ളം അവിടെ? നോക്ക്, കാൽപാദം വരെയുള്ള വെള്ളം കയറി വരുവാ. ഇപ്പൊ അൽപാദം വരെ വെള്ളമായിട്ട് എവിടെ പോവാനെന്നാ? ക്യാമ്പിലോട്ട് പോവാം. നിങ്ങൾക്ക് അവിടെ എല്ലാം സൗകര്യം ഉണ്ട്. വാ, ക്യാമ്പിലോട്ടാണോ? പെട്ടെന്ന് വാ. ഈ എവിടെ കിട്ടി വൈപ്പർ പിടിച്ച അമ്മൂമ്മേ? 55 കൊല്ലത്തിനും എനിക്ക് കിട്ടിയതാ. പെട്ടെന്ന് വരാനെ കൊണ്ട് ക്യാമ്പിലോട്ട്. നേരം കൊണ്ട് ക്യാമ്പിലോട്ട് വരുന്നില്ല കുഞ്ഞെ. കഴിഞ്ഞ പ്രാവശ്യം വെള്ളപ്പൊക്കം കയറിയപ്പോ ഇങ്ങേരം കൊണ്ട് ഞാൻ ക്യാമ്പിലോട്ടൊന്ന് വന്നായിരുന്നു. അന്ന് ഇങ്ങനെ ഒരു നൈറ്റ് വിട്ടുണ്ട് പെണ്ണുങ്ങൾ കിടക്കുന്നിടത്ത് പോയി കിടന്നെന്ന്. വെള്ളപ്പൊക്കം കയറി ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ഞങ്ങൾ ക്യാമ്പിൽ ചെന്നു. അവിടുന്ന് കുറച്ച് തുണി തന്നു. എനിക്ക് കിട്ടിയതൊരു നൈറ്റ്. അതിട്ടോട്ട് കിടന്ന കാര്യമാണ് ഈ പറയുന്നത്. അവിടെ വേറെ എന്തോരം കുപ്പായം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ എടുത്ത് ഇട്ടാ പോരായിരുന്നോ? പിന്നെ നമ്മൾ ഓണത്തിന് ഓണക്കോടി എടുക്കാൻ പോയില്ലേ? തുണി മാറി കൊടുക്കാനൊക്കെ. നിങ്ങൾ നൈറ്റ് ഇട്ടോ എന്തിനാ പെണ്ണുങ്ങളുടെ ഇടയിൽ പോയി കിടന്നത്? ആമ്പറന്നവന്മാരുടെ ഇടയിൽ പോയി കിടക്കാൻ ഞാൻ കുഞ്ഞെ, ഞാൻ ഈ നൈറ്റ് ഇട്ടുണ്ട് ക്യാമ്പിൽ ആണുങ്ങളുടെ എല്ലാം പോയി കിടന്നത്. പിന്നെ എന്റെ അവസ്ഥ ഒന്നും പറയണ്ടല്ലോ. പിന്നെ പെണ്ണുങ്ങളുടെ വന്ന് കിടന്നപ്പോഴാണ് ഞാൻ രക്ഷപ്പെട്ടത്. എന്നോട് പറയുന്നുണ്ട് പെട്ടെന്ന് വരാനെ കൊണ്ട്. ഇനി രക്ഷപ്പെടാനുള്ള പരിപാടി നോക്കണേ. എന്റെ പൊന്നുകുഞ്ഞ്, അങ്ങനെ പെട്ടെന്ന് വരാൻ പറ്റത്തില്ല. ഇവിടെ കോഴിയുണ്ട്, താറാവുണ്ട്, ആടുണ്ട്. അയ്യോ, ക്യാമ്പിൽ അത്ര ലാവിഷൊന്നുമില്ല. അവിടെ പയറും കഞ്ഞിയും ചമ്മന്തി. അങ്ങനെ വെട്ടിക്കുറിച്ച് തെറ്റുന്ന കാര്യമല്ല പറഞ്ഞേ. ഇവിടെ കോഴിയും താറാവും ഒക്കെ അതിനെയൊക്കെ കളഞ്ഞിട്ട് വരാൻ പറ്റത്തില്ല. പറഞ്ഞത് എന്റെ അപ്പൂപ്പ, അതിനെയൊക്കെ നോക്കാൻ അവിടെ പ്രത്യേകം ഈ സൗകര്യം ഉണ്ടെന്ന്. എല്ലാത്തിനും വാരിക്കെട്ടി വെള്ളം കയറി വരുന്നെന്ന്. അപ്പൊ അവിടെ അതിനുള്ള സിസ്റ്റം ഉണ്ടോ? ആയെന്ന് പറഞ്ഞേ. എന്താ ഈ പ്രായത്തിൽ സിസ്റ്റം ഒന്ന് വ്യക്തമായിട്ട് പറയാനുള്ള ഏത് സിസ്റ്റമാണ് ഈ മാർബിൾ പിടിപ്പിച്ച പല്ലിനകത്ത് വെച്ചേക്ക് നോക്കിയതാ? അവിടെ ചെല്ലുമ്പോൾ കാര്യങ്ങളൊക്കെ നല്ല രീതിയിലായില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയപരമായിട്ട് ഇടപെടും. അപ്പൊ രാഷ്ട്രീയക്കാരോട്ട് ബന്ധമുണ്ടോ? രാഷ്ട്രീയക്കാരോട്ട് ഭയങ്കര ബന്ധമുള്ള ഞാൻ. നേതാവായിട്ടൊക്കെയാണോ പോകുന്നത്? അല്ലല്ല, പരിപാടി ഞാൻ രാഷ്ട്രീയ പരിപാടിക്ക് കപ്പപ്പശ വെച്ച് തോരണം ഒട്ടിക്കുന്ന പരിപാടി എന്റേതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ നേതാവ് കേൾക്കും. എന്റെ പൊന്നപ്പൂപ്പ സാധനം എടുത്തോണ്ട് വരാനൊക്കെ എനിക്ക് ഇനി കുറെ എടുത്ത് പോകാനുള്ള ആൾക്കാരെ ഇങ്ങനെ അങ്ങനെ കടന്ന തുള്ളും ക്യാമ്പിലോട്ട് വരുന്നില്ല. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ മൂത്ത മോൻ അശോകൻ ഇല്ലയോ, അവന്റെ വീട്ടിലോട്ട് എവിടെ ആയാലും കുഴപ്പമില്ല. എനിക്ക് നിങ്ങളെ എവിടെ രക്ഷിക്കണം, അത്രേ ഉള്ളൂ. ഇല്ല, മൂത്ത മകൻ അശോകന്റെ വീട്ടിലോട്ട് ഞാൻ വരത്തില്ല. അതെന്തുവാ കാര്യം പറ. അവിടുത്തെ പട്ടിക്ക് എന്നെ ഇഷ്ടമല്ല. എന്തുവാ? അവരെന്താ 10-25,000 രൂപ ഒരു പട്ടിയെ മാറ്റിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം ഈ പട്ടി എന്നെ കടിക്കാൻ വന്നു. ഞാൻ ഈ മുട്ടയിലിട്ട് നീക്കാ പൂരി പട്ടിയുടെ വായിലോട്ട് വെച്ച് കൊടുത്തു. ഞാൻ തിരിച്ചു വരുന്ന ഈ പട്ടിക്ക് ആഹാരം കഴിക്കാൻ പറ്റാന്നിട്ട് സ്ട്രോ ഇട്ട് ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുവായിരുന്നു ആ പട്ടി. അതുകൊണ്ട് പറഞ്ഞ് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ഇളയ ചെറുക്കനില്ലയോ, അവന്റെ വീട്ടിലോട്ട് നമുക്ക് ആ പട്ടികൾക്ക് തന്നെ ഇഷ്ടമല്ല. ചെറുക്കൻ പോയി എല്ലാ സാധനങ്ങളെല്ലാം പറഞ്ഞിട്ട് പാടി കാര്യം പറഞ്ഞിരിക്കാതെ. എന്തുമായാലും ക്യാമ്പിലോട്ടാണെങ്കിൽ ഞാൻ കൊണ്ടുപോകത്തില്ല, ഞാൻ വരുത്തൂല്ല. വെള്ളം ചാവുന്നതിനും
പരിപാടി പോയി അങ്ങോട്ട്. ക്യാമ്പിൽ കൊണ്ടാട്ടം ഉണ്ടോ ദൈവമേ? അവിടെ ഉണ്ടായിക്കണേ. അപ്പോ വെള്ളം കയറി മുമ്പേ പൊത്ത നനഞ്ഞുള്ളായിരുന്നു. മുട്ടിന്റെ അവിടെ എത്രയായി? ഇത്ര വെള്ളമായോ? എന്നാ ഇത് പിടിച്ചോ. അപ്പൂപ്പനാ ഇത് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് തീർക്കത്തില്ല. ഇതെന്തോ ജിലേബി അല്ലേ? ഇത് നമുക്ക് വെള്ളത്തിൽ മുങ്ങുവാന്നുണ്ട് മുങ്ങായിരിക്കാനുള്ള ട്യൂബാണിത്. ഇനി പെട്ടെന്ന് പാടി ഇങ്ങോട്ട്. ഓ എന്റെ പൊന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് വാ അമ്മൂമ്മ ഇങ്ങോട്ട്. പെട്ടെന്ന് വന്നില്ലേ ഇപ്പൊ എന്താ പറ്റാനാ? ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമല്ലോ. എന്റെ ദൈവമേ അടുത്ത വെള്ളപ്പൊക്കം വന്നാൽ ഇടിഞ്ഞു വരുമെന്ന് തോന്നില്ലല്ലോ. ഏതാ ഈ വീട് അങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴത്തില്ല. ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും. ഈ വീട് ചരിത്രം ഉറങ്ങുന്ന വീടാ. എന്നാ ചരിത്രത്തെ വിളിക്ക് വെള്ളം കയറി വരുന്നെന്ന് പറയാൻ രക്ഷപ്പെടാവുന്ന നമുക്ക്. അങ്ങനെ ചരിത്രം കട്ടിലേക്ക് കിടന്ന് ഉറങ്ങുന്ന വീടെന്നല്ല പറഞ്ഞത്. പിന്നെ എടാ വേണാട് ഭരിച്ചിരുന്ന രാജാവിനെ അറിയോ? KSRTC വേണാട് ഓടിക്കുന്ന രാജനെ അറിയാം. വേണാട് ഭരിച്ചിരുന്ന മഹാരാജാവൻ അതാരാ? തിരുവാതിര മഹാരാജാവ് ഒരു ദിവസം ഈ കുമ്മരക്കത്ത് പോയിട്ട് ഞങ്ങളുടെ വീട്ടിലെ പുറകെ കട വള്ളത്തെ വന്നത്. എന്നിട്ട് രാത്രിയായപ്പോ വള്ളത്തിന്റെ അടിയിൽ ഒരു ഹോള്. ഞങ്ങളുടെ അപ്പൂപ്പനെന്ന് പറഞ്ഞാൽ തോണി റെഡിയാക്കുന്ന ആളാണ്. എന്നിട്ട് രാജാവ് എന്റെ അപ്പൂപ്പനോട് പറഞ്ഞു ഞങ്ങളുടെ ഈ തോണിയുടെ കീർത്തെ നടത്തി തരണമെന്ന് പറഞ്ഞ്. എന്നിട്ട് രാജാവ് ഒരു ദിവസം രാത്രി ഞങ്ങളുടെ ഈ വീട്ടിലാണ് കിടന്നത്. ഈ മാട്ട വീട്ടിലൊക്കെ രാജാവ് കിടന്നുറങ്ങും. ഉറക്കം വന്നു കഴിഞ്ഞാൽ മിറ്റലിന്റെ പുറത്ത് വരെ കിടക്കും ആൾക്കാര്. അങ്ങനെ ഈ തോണിയുടെ കീർത്തെ ഞങ്ങളുടെ അപ്പൂപ്പൻ അടച്ചു. നേരം പെടുത്തി രാജാവ് പോകാൻ നേരത്ത് രാജാവിന്റെ ആ തോണി അപ്പൂപ്പന് കൊടുത്തിട്ട് ഞങ്ങളുടെ ചെറു തോണിക്കാണ് രാജാവ് പോയത്. അത്ര വേണ്ട നിങ്ങളുടെ അപ്പൂപ്പന്റെ വള്ളപ്പണിയുടെ ഗുണം. രാജാവിന് അറിയാം ആ തോളെ അടഞ്ഞു കാണത്തില്ലെന്ന്. രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിയാണ് നിങ്ങളുടെ അപ്പൂപ്പന്റെ തോണി വാങ്ങിച്ചോട്ട് പോയത്. പെട്ടെന്ന് ഇറങ്ങാനെ കൊണ്ട് അയ്യോ എന്റെ ഗുളിക എടുത്തില്ല. എന്റെ ഗുളിക ഇന്നലെ കൊണ്ട് തീർന്നില്ലയോ ഗുളിക? തീർന്നാലും കുഴപ്പമില്ല. എനിക്ക് എന്റെ ഗുളികയുടെ തോട് വേണം ഇങ്ങനെ ടിക്ക് 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 അടിച്ചോണ്ടിരിക്കാൻ വേണ്ടി. അവിടെ പോയി ഗുളിക തോടി പോയി. അറിയത്തില്ലേ ഗുളിക അവിടെ നിന്ന് കാണാൻ അവിടെ ഉണ്ടെന്ന് ഞാൻ വാങ്ങിച്ചേരാന്ന്. ക്യാമ്പിൽ എല്ലാ സൗകര്യം ഉണ്ടെന്ന്. എനിക്ക് പറ്റത്തില്ല. ഗുളിക എനിക്ക് വീട്ടിരിക്കുന്ന ഗുളിക വേണം എനിക്ക്. അയ്യോ അവിടെ ഡോക്ടർമാരുണ്ടെന്ന്. അവിടെ നമുക്ക് ചീട്ടെടുപ്പിക്കാവുന്നു. ഡോക്ടർമാരെ വീട്ടിൽ വെള്ളം കയറിയോ? വെള്ളം കയറിയതല്ല. ക്യാമ്പിൽ ഡോക്ടർമാരൊക്കെ ഉണ്ട് നിങ്ങളെ നോക്കാൻ. അവരെ കൊണ്ട് നമുക്ക് എടുപ്പിക്കാവുന്നു. ചീട്ടില്ലാതെ പറ്റത്തില്ല. അയ്യോ ചീട്ടുണ്ടെങ്കിൽ മാത്രമേ ഗുളിക പോയി ചീട്ടെടുത്ത് ചീട്ടെടുത്ത് തത്തമ്മേ അല്ല ചീട്ടെടുക്കുന്നത് തങ്കമ്മ പോയി ചീട്ടെടുത്ത് പാടി പോയിട്ട് എന്നെ ഇട്ട് നടത്തിക്കാന് ലാഗടിപ്പിക്കാതെ പോയിട്ട് പാടി പോയിട്ട് പെട്ടെന്ന്. എന്നാ പിന്നെ ചീട്ടെടുക്കണ്ട. ഭയങ്കര ലാഗായിരിക്കും. ഞാൻ അവിടെ നിന്ന് പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അടിപൊളി സാധനം നടത്തി ഞാൻ കിടന്ന് നീന്തും. ഇതൊക്കെ സാധനമായത് കാര്യം പറയട്ടെ. ചീട്ട് നമുക്ക് ആ ചെറുക്കം പറഞ്ഞ മുതൽ ഡോക്ടർമാരെ കൊണ്ട് അവിടെ നിന്ന് എഴുതിപ്പിക്കാം. അതാ നല്ലത്. അപ്പൊ ശരി അത് മതി മോനെ അങ്ങോട്ട് പോളാം ഞങ്ങളെ വേണ്ടേ വെള്ളം കയറി കയറി ഇതിന് മേപ്പോട്ട് വെള്ളം വന്ന വിഷയമാണ് കേട്ടോ. കുളികടിക്കോ നിനക്ക്? മുങ്ങി പോകുന്നില്ല. എന്തിനാ പിടിച്ചോ. ഇപ്പഴാ വടംവലി മത്സരം. വടംവലിക്കല്ലെന്നും അഥവാ വെള്ളത്തിലെങ്ങാനും ഒഴുകിപ്പോയി ഏതെങ്കിലും മരത്തെ പിടിച്ചു കെട്ടി രക്ഷപ്പെടാം. ഇങ്ങോട്ട് വരാനെ കൊണ്ട്. അയ്യോ എന്തുവാ ഇനി? എന്റെ ആമാടപ്പെട്ടി എടുക്കാൻ മറന്നുപോയി. നിങ്ങളുടെ ആമാടപ്പെട്ടി അല്ലയോ? അപ്പൊ ആമാടപ്പെട്ടി എന്ന് പറയണ്ട, ആ മാട്ടപ്പെട്ടി എന്ന് പറഞ്ഞ രാജാവ് എന്റെ അപ്പൻ സമ്മാനിച്ച ആമാടപ്പെട്ടിയാ മാട്ടപ്പെട്ടി വിളിച്ചോടി. തുള്ളരുത് കേട്ടാ. ഞാൻ വെള്ളപ്പൊക്കമാണെന്ന് ഞാൻ നോക്കത്തില്ല. മുക്കി ഞാൻ കൊല്ലും. ഞാൻ പറഞ്ഞേക്കാം. ആദ്യം നിങ്ങൾ എന്നെ തുണി എടുക്കാൻ വിട്ട്, അത് കഴിഞ്ഞ് പിന്നെ എന്തോന്നാ ചീട്ടെടുക്കാൻ വിട്ട്, അത് കഴിഞ്ഞ് ഇനി പാമാടപ്പെട്ടി വിടുക. എന്നെ കൊണ്ട് പറ്റത്തില്ല. വേണമെങ്കിൽ പോയി അങ്ങോട്ട് എടുത്താൽ മതി. എന്നെ കൊണ്ട് പറ്റത്തില്ല. അങ്ങോട്ട് പോയി. നിങ്ങളെ ഇവിടെ കിടന്ന് തമ്മിൽ തല്ലി ഇവിടെ ഇരുന്നോ. ഞാൻ രക്ഷപ്പെടാൻ പോവാ. ഇവിടെ കിടന്നു നിങ്ങള്. അയ്യോ അപ്പൊ ഞങ്ങളെ കൊണ്ടുവന്നില്ലേ കുഞ്ഞെ? നിങ്ങൾ വരണ്ട. എന്തായാലും 4 മണിക്ക് സ്കൂൾ വിടും. പിന്നെ 3:45 വിളിച്ചോണ്ട് പോയിട്ട് എനിക്കൊന്നും സാധിക്കാനില്ലോ. ഇവിടെ ഇരുന്നു. എന്റെ ദൈവമേ, ചെറുക്കൻ നമ്മളെ ഇട്ടിട്ട് പോയല്ലോ. കണ്ടോ ചുറ്റുവട്ടം മൊത്തം വെള്ളം നിറഞ്ഞു വരുവാ. ഈ വെള്ളപ്പൊക്കത്തിലെ നമ്മൾ 2 മിരി കൈകുപ്പി അലിഞ്ഞു ചേരാമടി തങ്കമ്മേ. സമാധാനപ്പെടും. അതെ ഞാൻ വലിയ ഡയലോഗും കൗണ്ടറൊക്കെ അടിച്ചിട്ട് പോയെങ്കിലേ നിങ്ങളില്ലാതെ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല. അതിനുള്ള മനസ്സ് എനിക്ക് വരത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഏത് ആപത്തുണ്ടായാലും ജീവൻ കൊടുത്തും ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളെ പോലുള്ള സന്നദ്ധ സേവന്മാരുടെ കടമയാണ്. അതുകൊണ്ട് നിങ്ങളില്ലാതെ ഞാൻ ഈ തുരുത്തിൽ നിന്ന് പോകത്തില്ല. നമുക്ക് പോയേക്കാം. ക്യാമ്പിലോട്ട് പോകാം. ക്യാമ്പിലോട്ട് പോകാം. കയ്യെന്ന് വിട്ടേ. ഒരു കാര്യം പറയാനുണ്ട്. ക്യാമ്പിലോട്ടൊക്കെ പോകുന്നത് കൊള്ളാം. എന്റെ അടുത്ത് തന്നെ കടന്നോണം. എന്റെ മൂത്ത മോൻ അശോകന്റെ വീട്ടിൽ പോയാൽ മതി. എന്തിനാ? അവിടുത്തെ പട്ടി കടിക്കുന്നത് ഇതിലും ഭേദം.